ഇതിലേക്ക് നമ്മൾ പറയുമ്പം അജു കുറേ ആർട്ടിസ്റ്റുകളുണ്ട്. ഉള്ള ആർട്ടിസ്റ്റുകളൊക്കെ നല്ലതാണ് അല്ലേ? എങ്ങനെയാണ് അജു തന്നെ വേണമെന്ന് തോന്നാൻ കാരണം? അജു തന്നെ വേണം എന്ന് തോന്നാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഞാനും നമ്മൾ പ്രൊഡക്ഷനിൽ ഈ പറഞ്ഞ പോലെ കുറേ കടം മേടിച്ചിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. വലിയ ബഡ്ജറ്റിൽ പോകാൻ പറ്റില്ല. അല്ല, അജുവിന് വലിയ പൈസ കൊടുക്കണം എന്നല്ല പറയുന്നത്. അപ്പോൾ ഞാനും ഇതിലത്തെ നായികയും ലാൽ ജോസ് സാർ ഒഴിച്ച് ബാക്കിയെല്ലാം പുതിയ ആൾക്കാർ വെച്ച് ചെയ്യാനുള്ള പരിപാടിയിലായിരുന്നു ആദ്യം പോയത്. പിന്നീട് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ അജുവിനെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞു, അജു പിന്നെ ഇങ്ങനൊരു സംഭവമുണ്ട്. അപ്പോൾ അജു ആദ്യം പറഞ്ഞു, ചേട്ടനായതുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ വിട്ടേക്ക്, ചേട്ടൻ ഞാൻ വന്നോളാം. അപ്പോൾ ഞാൻ കഥ പറഞ്ഞപ്പോൾ അജുവിന് ആ സമയത്ത് അജുവിന് 2 സിനിമകളുണ്ടായിരുന്നു. അപ്പോൾ അജു അതിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു 4-5 ദിവസം വന്നത്. അത് മാത്രമല്ല 4 ദിവസത്തേക്ക് വന്ന അജു ഒരു 7 ദിവസം അവിടെ ഇരുന്നിട്ടാണ് പോയത്. അപ്പോൾ എല്ലാവരും അതിശയിച്ചു, എന്താണ് അജു ഇങ്ങനെ കുറേ അവിടെ അങ്ങനെ ഇരിക്കാറില്ല, ഷൂട്ട് കഴിഞ്ഞാൽ പോവും. പക്ഷെ നമ്മളവിടെ സുബീഷേട്ടൻ ഇനിയും എന്തെങ്കിലും എന്നെ വിളിക്കണം, ഞാൻ വരും. പിന്നെ എന്നോട് പറയും ഷെയ്വൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ. ഞാൻ സുബീഷേട്ടൻ 22-ാം തീയതി ഷെയ്വ് ചെയ്യുന്നുണ്ട്, അവിടെ പേച്ച് ബാക്കിയൊന്നുമില്ലല്ലോ ഒക്കെ ചോദിക്കും. ഇങ്ങനെ പറഞ്ഞാലും എനിക്ക് നന്നായിട്ട് ശമ്പളം തന്നു. അത് പറയണമല്ലോ, ഞാൻ വാങ്ങിച്ചതാണല്ലോ, തന്നു. അല്ലാതെ സൗഹൃദത്തിന്റെ പേരിൽ ഞാൻ പറയാം അങ്ങനെയല്ല, നല്ല മാന്യമായ നല്ല ശമ്പളം അല്ല. ഇപ്പൊ പറഞ്ഞു അല്ല, ചെറിയ പടമാണ് ഞാൻ ചെയ്തിട്ടുണ്ട്. ചെറിയ പടമാണ് സാജൻ ബേക്കറി സമയത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും സുബീഷേട്ടൻ അതൊന്നും സംസാരിച്ചില്ല. പിന്നെ ഇതില് ഞാൻ പറയുന്നത് കാസ്റ്റിനെ കുറിച്ച് പറയണം. ഷെല്ലി നമുക്കറിയാം, അത്യാവശ്യം പാൻ ഇന്ത്യ വർക്കുകൾ അല്ലെങ്കിൽ അല്ലെ പ്രൊജക്ട് സീരീസ്, മിന്നൽ മുരളിക്ക് ശേഷം അല്ലെങ്കിൽ അതിന് മുന്നേ സീരിയലുകളിലൂടെ കേരള പ്രേക്ഷകർക്ക് വളരെ പരിചിതമായ മുഖമാണ്. ഗ്രേറ്റ് ആക്ടേഴ്സിൽ ഒരാളാണ്, ടാലന്റ് വൈസ്. ഈ അഭിനയിച്ച മക്കൾ ആണെങ്കിലും അവരൊക്കെ രസമാണ്. പിന്നെ നമ്മുടെ വിനീത് വാസുദേവൻ, അദ്ദേഹം ഒരു ഗംഭീര ടാലന്റ് ആണ്. അദ്ദേഹത്തിനെ കൂടുതൽ മലയാളികൾ അറിയാൻ കിടക്കുന്നേ ഉള്ളൂ മുന്നോട്ട്. നമ്മുടെ പെട്ടെന്ന് പറയുകയാണെങ്കിൽ സൂപ്പർ ശരണ്യയിലെ സൂപ്പർ ശരണ്യയിലെ നമ്മുടെ അശോക് മേനോനോ താടി വെച്ച അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതാണ് ഞാൻ ആദ്യം വിനീതിനെ ശ്രദ്ധിച്ച ആൾ. പക്ഷെ അദ്ദേഹം ഒരു സംവിധായകനാണ്. അദ്ദേഹത്തിന് ഷോർട്ട് ഫിലിം ഭയങ്കര മെക്കാനിക് വർക്ക്, പെട്ടെന്ന് എനിക്ക് കിട്ടുന്നില്ല പേര്. അപ്പൊ അങ്ങനെ വളരെ പോപ്പുലറായി മാറാൻ പോകുന്ന ഒരു ആർട്ടിസ്റ്റാണ്. പിന്നെ ഗൗരി കിഷൻ ഉണ്ട്, ഗൗരി കിഷൻ 96 സിനിമകളുണ്ട് ഒരുപാട്. പിന്നെ ലാൽ ജോസ് സാർ മുഴുനീള വേഷത്തിൽ ആശാരമുള കൊടുത്ത പണി, അനുരാഗ് മെക്കാനിക്കൽ വർക്ക്സ്, അങ്ങനെ ഫേസസ് ഒരുപാടുണ്ട്. ജാഫർക്ക, ഹരീഷ് ഏട്ടൻ, ഹരീഷ് കണാറുണ്ട്, വിജയ് ബാബു ഉണ്ട്, വിജയ് ഏട്ടൻ ഉണ്ട്, ദർശന നായരുണ്ട്, ഗോകുലൻ ഫാന്റാസ്റ്റിക് ആക്ടർ അല്ലേ? ഗോകുലന്റെ ഒത്തിരി ആർട്ടിസ്റ്റുകളുണ്ട് ഈ സിനിമയില്. അതാ ഞാൻ പറഞ്ഞത്, സുബീഷേട്ടൻ ഒരു പ്രൊജക്ട് സെറ്റ് ചെയ്യുമ്പോൾ അതിൽ ഞാൻ പറഞ്ഞ ഈ പേരുകളെക്കാളും ആ സിനിമ എന്തെങ്കിലും രീതിയിൽ പ്രേക്ഷകരിൽ എത്താൻ ഇന്ന മുഖം ഒരു 10 പേരിലൂടെ എത്താൻ കാരണമുണ്ടെങ്കിൽ ആ മുഖത്തെയും കൂടി പുള്ളിയുടെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് പറ്റുന്നതിലൊക്കെ ചെയ്തിട്ടുണ്ട്. എനിക്കെപ്പോഴും അങ്ങനെ എഫേർട്ട് എടുക്കുന്ന വ്യക്തികളോട് ഭയങ്കര റെസ്പെക്റ്റാണ്. അദ്ദേഹം എന്തു ചെയ്തു, എത്ര വലിപ്പം ചെയ്തു എന്നല്ല, അദ്ദേഹത്തിൻ്റെ കഴിവിൻ്റെ പരമാവധി അദ്ദേഹം എടുത്തിട്ടുണ്ടോ, ആദ്യത്തെ സ്റ്റെപ്പിൽ അത് മതി. അടുത്ത വരുമ്പോൾ അതിലും കൂടുതൽ എടുക്കും. ഇതിൻ്റെ എക്സ്പീരിയൻസ് അപ്പോൾ അവിടെ മുതൽക്കൂട്ടായിട്ട് മാറുകയാണല്ലോ. അതെ, തീർച്ചയായിട്ടും. അതെ, ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ ഒത്തിരി കഷ്ടപ്പെട്ടു സാമ്പത്തികമായിട്ടൊക്കെ. ഞാൻ കുറേ അന്വേഷിച്ചു, ഞാൻ ഇടയ്ക്ക് അന്വേഷിക്കാറ്. ലാസ്റ്റ് അവസാനമൊക്കെ ഈ പ്രൊഡ്യൂസർമാരില്ലെങ്കിൽ സിനിമ ഉണ്ടാവില്ല. ഞാൻ എടുത്തു തന്നെ പറയാം, ഈ പ്രൊഡ്യൂസർമാർ ചങ്കൂറ്റത്തോട് വന്നുകൊണ്ട് തന്നെ സിനിമ ലാസ്റ്റ് ആയപ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടിയെന്നാണ് എനിക്കറിയാം. നമ്മുടെ പാർട്ടി സഖാക്കളൊക്കെ, ഏരിയ കമ്മിറ്റി, ലോക്കൽ കമ്മിറ്റിയും ഒക്കെ ഗംഭീരമായിട്ട് സഹായിച്ചതാണ് ഞാൻ. നല്ല സൗഹൃദ വിലയുള്ള, അത് അത്ര സൗഹൃദമുണ്ട്. ഇത് നമ്മളെ ഈ കൃഷ്ണേട്ടൻ എന്ന് പറഞ്ഞ ആളും മൂന്നാമത്തെ പേര് കേസി. അപ്പോൾ ഇവരൊക്കെ അവരൊക്കെ അത്യാവശ്യം സാമ്പത്തികമുള്ള ആൾക്കാരാണ്. പക്ഷെ ഇന്നത്തെ സാമ്പത്തിക അവസ്ഥ എല്ലാവർക്കും അറിയാലോ, കൊറോണയ്ക്ക് ശേഷം. അപ്പോൾ ഇവരൊക്കെ കുറച്ച് സ്ഥലങ്ങളൊക്കെ പണയം വെച്ചിട്ടാണ് ഇതാക്കുന്നത്. അപ്പോൾ അവരുടെ വീട്ടിലേക്ക് ഇപ്പോൾ എപ്പോൾ പോസ്റ്റ്മാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോസ്റ്റ്മാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സിനിമയിൽ അവർക്കെല്ലാം വിശ്വാസം, പിന്നെ എന്നോടുള്ള ഇഷ്ടങ്ങളാണ്. പിന്നെ എനിക്ക് ഇപ്പോൾ അജുവിനോട് ഞാൻ അന്നവാറ് പറഞ്ഞൊരു സംഭവമാണ്, എനിക്ക് ഒരുപാട് മനുഷ്യന്മാരെ സഹായിച്ചിട്ടുണ്ട് നമ്മൾ ഈ എന്നോടുള്ള ഇഷ്ടം കൊണ്ട്. മലയാള സിനിമയ്ക്ക് ഫണ്ട് കൊടുക്കുന്ന ഒരാൾ 5 പൈസ പലിശ എനിക്ക് പൈസ തന്നിട്ടുണ്ട്. അത് ചെറിയൊരു പൈസ കേട്ടോ. എന്നോട് പറഞ്ഞു, എനിക്ക് നിന്നെ മുമ്പേ ഇഷ്ടമാണ്, അതെല്ലാം പറഞ്ഞിട്ട് നീ കുറേ കാലമായില്ലേ വന്നിട്ട്,
ഈ മുഖം ഭയങ്കര ഇഷ്ടം വരുന്ന മുഖമാണ്. ദേഷ്യപ്പെട്ട് കണ്ടിട്ടില്ലേ? അല്ല, സിനിമ വരുന്നതിന് മുന്നേ നമ്മൾ സിനിമകളിൽ കണ്ടിട്ടുണ്ട് ചെറിയ വേഷങ്ങളിൽ. ഞാൻ അപ്പോൾ നമുക്കൊരു ഐഡന്റിറ്റി തോന്നുന്ന ഒരു മുഖമാണ്. ഒരു ക്യൂട്ട്, അല്ലെങ്കിൽ അറ്റ് ദ സെയിം ടൈം നമുക്ക് അതൊന്ന് മാറ്റി പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റാത്ത ഒരു അൺപ്രഡിക്റ്റബിലിറ്റിയും തോന്നാവുന്നത്. ഇത് രണ്ടും ഉണ്ടെങ്കിൽ എന്തൊക്കെ വേഷം ചെയ്യാം. അതെ 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 അതെ. എനിക്ക് അങ്ങനെ തോന്നിയേക്കുന്ന ഒരു ആക്ടർ ഉണ്ട് ഇപ്പൊ ഈ പുതിയ തലമുറയിലുള്ള രാജേഷ് മാധവ്. ഞാൻ രാജേഷിനെ തമാശ കളിക്കുന്ന മലയാളത്തിന്റെ നവാസുദ്ദീൻ സിദ്ദിഖി എന്ന കാര്യം. അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ മിന്നൽ മുരളിയും മിഥുന്റെ ഒരു സിനിമ അർദ്ധരാത്രിയിലെ കൂടാന്ന് പറഞ്ഞ സിനിമ ഇതിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ സിനിമകൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ രതീഷ് ബാലകൃഷ്ണ പൊതുവാളന്റെ സിനിമകൾ എല്ലാത്തിലും ഗ്രേറ്റ് ടാലന്റ്. അപ്പൊ ആ സെയിം സാധനം നമ്മുടെ രണ്ട് എക്സ്ട്രീമും എളുപ്പത്തിൽ മുഖത്ത് കൊണ്ട് ഭാവങ്ങൾ വരികയാണല്ലോ ചേട്ടാ ആത്യന്തികമായ അഭിനയം എന്ന് പറയുന്നത്. എൻ്റെ തീർച്ചയായിട്ടും എളുപ്പത്തിൽ വരാൻ പറ്റുന്ന ഈസി ഗിഫ്റ്റഡ് ആണ്. അതെ അതെ, ഒരു മാറ്റമല്ല, ഗിഫ്റ്റ് തന്നെയാണ്. ഈ പറഞ്ഞു വെച്ചതിൽ തന്നെ തുടങ്ങട്ടെ. അങ്ങനെ ഒരു സാമ്പത്തിക ക്രൈസിസ് ഈ ഏരിയ കമ്മിറ്റിയും ലോക്കൽ കമ്മിറ്റിയുടെ ഒക്കെ ഒരു സഹായം അങ്ങനെയൊന്നും സഹായിച്ചില്ല. എന്താ പറയുക, അവർക്ക് ഇതല്ലേ പോലെ അങ്ങനെ അത് വെച്ചാൽ അവരെ വ്യക്തികളെന്നല്ല എന്നോട് ഇഷ്ടം പാർട്ടിയിലുള്ള വ്യക്തികൾ. ആ പാർട്ടിയിൽ നിന്നല്ല, മറ്റുള്ള പാർട്ടികളിലെ സുഹൃത്ത് ഇപ്പൊ റിജിൽ മാക്കുട്ടി എന്ന് പറഞ്ഞ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹികൾക്ക് നമ്മളെ പേഴ്സണലായിട്ടൊക്കെ എന്നോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് സഹായിക്കാറുണ്ട്. ഞാൻ പറഞ്ഞ ആ കൂട്ടത്തിന്റെ കൂടെ സഞ്ചരിക്കുന്നതുകൊണ്ടാണ് ഞാൻ അവരുമായിട്ട് കൂടുതൽ അടുക്കുന്നത്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന വെച്ചാൽ നമ്മുടെ പാർട്ടി എന്ന് പറയുന്നത് സിസ്റ്റത്തിനോട് അല്ല. അത് പിന്നെ ഞാൻ അവരിൽ നിന്ന് വളർന്ന ഒരാളാണ് സ്വാഭാവികമായിട്ട്. അപ്പോൾ ഞാൻ ഈ രാഷ്ട്രീയത്തിൽ എല്ലാ രാഷ്ട്രീയത്തിലും എല്ലാ രാഷ്ട്രീയക്കാരും മാനിക്കുന്ന ഒരാളാണ്. രാഷ്ട്രീയ പ്രവർത്തനം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. ഇപ്പോൾ അജു എന്നോട് അലിഖാന്റെ അടുത്തേക്ക് വരുന്നതിന് മുമ്പ് അജു എന്നോട് പറഞ്ഞു, ഞാൻ മുമ്പൊക്കെ ചേട്ടനെ കണ്ടാൽ പറയും ചേട്ടൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങണം, ചേട്ടൻ എല്ലാവരും സഹായിക്കാൻ പറ്റും. പക്ഷേ ഇപ്പോൾ എന്നോട് പറഞ്ഞു ഇനി നിങ്ങൾ രാഷ്ട്രീയത്തിൽ കൂടെ സിനിമയിൽ നിങ്ങൾ മുഖ്യധാരയായിട്ട് എടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ മനസ്സിലാക്കി ഇന്ന് ആർക്കും സിനിമ തിയേറ്ററിൽ ചെയ്യാമെന്നുള്ള മലയാളിക്ക് ധൈര്യം കൊണ്ടുവന്നതിലെ പ്രമുഖ വ്യക്തിയായിട്ട് ഞാൻ കാണുന്നത് സന്തോഷ് പണ്ഡിറ്റിനെയാണ്. ആ ധൈര്യം തിയേറ്ററിൽ ഇറക്കി ഹിറ്റാക്കുക അന്ന് സോഷ്യൽ മീഡിയ നിങ്ങൾ സജീവമല്ല. അത് ചെയ്ത് ഒരു ധൈര്യം കിട്ടിയപ്പോൾ തൊട്ടാണ് ഈ മൊബൈലിലോട്ട് വരെ സിനിമ എത്താൻ ഒരു 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 കാരണമാകുന്നത്. ഇന്ന് അത് എത്തിക്കഴിയുമ്പോൾ കണ്ടന്റ് സംസാരിക്കുന്ന കാലമായി മാറുമ്പോൾ ഞാൻ പറഞ്ഞു സുബീഷ് ഏട്ടന് പ്രത്യേകിച്ച് ഇപ്പം അടുത്തൊരു സബ്ജക്റ്റിൻ്റെ ചുമ്മാ ഇപ്പം എന്നോട് ഒരു കഥ പറഞ്ഞു. ഇതിന് മുന്നേ ഷൂട്ടിൻ്റെ ഇടയ്ക്ക് വേറൊരു കഥയും പറഞ്ഞു. അപ്പം ഇതിലൊക്കെ എനിക്ക് തോന്നിയിരുന്നൊരു സാധനം, ഇദ്ദേഹം ചൂസ് ചെയ്യുന്ന കണ്ടന്റുകൾക്ക് ഭയങ്കര ഒരു ഐഡന്റിറ്റി ഉണ്ട്. അതായത് ഫ്രഷാണ്. നമ്മൾ ഇപ്പോഴത്തെ ഭാഷയെ പറഞ്ഞാൽ കരിക്കിൻ്റെ ഭാഷയെ പറഞ്ഞാൽ ഫ്രഷാണ്. അങ്ങനെ ഫ്രഷാന്ന് ധൈര്യമായിട്ട് പറയാം. ഇതിന് മുന്നേ വന്നിട്ടില്ല. ഞാൻ പറഞ്ഞു താങ്കൾക്ക് ആ മുഖം അഡ്വക്കേറ്റ് ചെയ്യൂ പ്രേക്ഷകരിൽ. ഇന്ന നടൻ്റെ കഥ വന്നാൽ അതിലൊരു പുതുമയുള്ള സബ്ജക്റ്റ് ഉണ്ട് എന്നുള്ള വിശ്വാസം നേടിയെടുത്താൽ താങ്കൾ നാളെ ഇവിടുത്തെ മുഖ്യധാര നായക നടനാവുകയാണ്.